അനുമോളോട് ആദിലയ്ക്കും നൂറയ്ക്കും എന്തിനാണ് ഇത്രയും വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കാനും മാത്രമുള്ള തെറ്റെന്തെങ്കിലും അനുമോള് ആദിലയോടും നൂറയോടും ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ രാവിലെ മറ്റേ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുക, അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോൾ തന്നെ നൂറ അനുമോളെ കുത്താൻ നിൽക്കുക. എന്തിന്? 2 ദിവസം മുമ്പ് നടന്നൊരു വഴക്ക്, 2 ദിവസത്തിന് ഇപ്പുറവും അനുമോളെ എവിടെ കണ്ടാലും ഈ നൂറ ആദിലയും ഇങ്ങനെ ചൊറിയാൻ നടക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, പക്ഷേ ആ ഉണ്ടാക്കുന്ന കണ്ടന്റ് അവർക്ക് തന്നെ പുറകിൽ നിന്ന് കുത്തലായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്യുന്നെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ തെറി പറയാനായിട്ടെങ്ങാനും കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ഒരുത്തം വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി വന്ന എനിക്ക് ആൺ പെൺ വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നത്. തന്തയ്ക്ക് ഞാൻ വിളിക്കും, ഒരു മടിയില്ല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് എന്താണോ തരുന്നത് അതിൻ്റെ ഡബിൾ ഇരട്ടി അങ്ങോട്ട് പ്രതീക്ഷിച്ചോണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ തർക്കിക്കത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായമോ പറയുന്നത്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്, എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറഞ്ഞാൽ പോരെ. അതിന് പകരം ഒരുമാതിരി തോന്നിവാസം പറയാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ മറ്റേ എല്ലാ റിവ്യൂവർമാരെയും പോലെ അല്ല, അത്ര വലിയ മാന്യനായിട്ടുള്ള സുന്ദര കില്ലാടിയൊന്നും അല്ല. ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് ഞാൻ തരും, കണ്ണു അടച്ച് ഓടേണ്ട വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ എല്ലാവരോടുമായിട്ടല്ലേ പറയുന്നത്, ചില കൃമി കീടങ്ങളോടാണ് ഈ പറയുന്നത്. എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പെങ്ങന്മാരും അനിയന്മാരും ഒന്നും മോശമായിട്ട് എന്നെ കാണല്ലേ, അത്ര മോശക്കാരനും അല്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് കുത്തിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കത്തില്ല, നല്ല കനത്തിൽ അങ്ങോട്ട് കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഇതൊരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റിനെ പറ്റി നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുകയല്ല, ഒരു ഗെയിമിനകത്ത് നടക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ പറയുന്നത് നാളെ ചിലപ്പോൾ മാറ്റി പറയേണ്ട വരും. കാരണം ഇന്ന് അതിനകത്ത് കളിക്കുന്ന ഒരു കളിയായിരിക്കത്തില്ല അയാൾ, ഇപ്പം ആരും ആയിക്കോട്ടെ, അയാൾ നാളെ കളിക്കുന്നത്. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറയേണ്ട വരും, പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗെയിം ഷോയെ ഒരാളിരുന്ന് റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ അനീഷേട്ടൻ അനീഷേട്ടൻ രാവിലെ അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അനുമോള് എല്ലാവരോടും പഴയതുപോലെ സംസാരിച്ച് എല്ലാവരുമായിട്ട് ആ ഒരു വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ അനുമോൾക്ക് ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പഴയ പോലെ എല്ലാവരോടും മിണ്ടണം അനുമോളെ എന്നൊക്കെ അനീഷേട്ടൻ അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾക്ക് അനീഷേട്ടനോടുള്ള സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ബഹുമാനത്തിന്റെ പുറത്തോ എന്തോ ആ പുള്ളി പറയുന്ന വാക്കുകൾക്ക് ഇച്ചിരി വില കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അനുമോള്, അല്ലാതെ ഞാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ നെവിനോടും അക്ബറിനോടും ഒക്കെ ഇരുന്ന് അനുമോള് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആദില നൂറ കേസ് അവരോട് മാത്രം അങ്ങനെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുമോ അനുമോൾക്ക്? എനിക്ക് തോന്നുന്നില്ല. അനുമോള് തന്നെ പറയുന്നുണ്ട്. അനീഷേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അനുമോൾക്ക് കാര്യം അറിയാം, ആദിലെ നൂറയായിട്ട് ആ ഒരു പാച്ചപ്പ് പരിപാടിക്കാണ് അനീഷേട്ടൻ ശ്രമിക്കുന്നത്. പക്ഷെ അനുമോള് പറയുന്നുണ്ട്, അത് അത്ര എളുപ്പമൊന്നും പറ്റത്തില്ല ചേട്ടാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റി സമയത്താണെങ്കിൽ പോലും അനുമോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ട്, അവരുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും കാര്യം പറയുന്നുണ്ട്. അതായത് അനുമോൾക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റത്തൊന്നുമില്ല. അനുമോളൊരു നേച്ചറാണ് ഇങ്ങനെ. വഴക്കുണ്ടായെന്നും പറഞ്ഞ് പെട്ടെന്ന് 1 ദിവസമോ 2 ദിവസത്തിനുള്ളിൽ തന്നെ നേരെ ചെന്ന് അവരോട് പിന്നെയും കെട്ടിപ്പിടിച്ച് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് 1 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഈ വഴക്ക് അത് നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിന്റെ പേരിൽ തുടങ്ങി അവസാനം അനുമോളുടെ പി ആർ ബാക്കിയുള്ളവരെ പോലെ അക്ബറും നെവിനും ഒക്കെ പറഞ്ഞ് കുത്തിയതുപോലെ കൂടെ നിന്ന സഹോദരിമാരെ പോലെ കണ്ട ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ പി ആറിന്റെ കേസ് എടുത്ത് കുത്തിയപ്പോഴത്തേക്ക് അനുമോൾക്ക് അതങ്ങോട്ട് പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അതായിരിക്കും കാര്യം. ഞാൻ അതിനകത്ത് അനുമോളെ കുറ്റം പറയാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അനുമോള് നമ്മുടെ അനീഷേട്ടന്റെ വാക്കിന് വില കൊടുത്തത് കൊണ്ട് തന്നെ അക്ബറിനോടും നെവിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നെവിൻ ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ലൈവിലുണ്ടായിരുന്നു, എപ്പിസോഡിനകത്തും കാണിച്ചെന്ന് തോന്നുന്നു. മറ്റേ നെവിൻ പോയി കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട്. നെവിൻ ഓപ്പൺ ആയിട്ട് തന്നെ കാര്യം പറയുന്നുണ്ട്, ഞാൻ അക്ബറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാര്യം, എനിക്കത് സങ്കടം വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രിയിലും അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അനുമോളും ചിരിച്ചു തന്നെയാണ് നിൽക്കുന്നത്. തിരിച്ച് കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അനുമോള്, പെട്ടെന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കാനൊന്നും അനുമോളെ കൊണ്ട് പറ്റത്തില്ല. കാരണം അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് നെവിൻ ആണെങ്കിലും. അപ്പൊ നെവിൻ എന്താണെങ്കിലും അനുമോളോട് മോളെ അതൊന്നും മനസ്സിൽ വെക്കരുത്, അത് അപ്പോഴത്തെ ഒരു ഇതിന് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ചിലപ്പോ നെവിന്റെ ഡ്രാമ, നെവിന്റെ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച അനുമോൾക്കെതിരെ നടന്ന് കാണിച്ച തോന്നിവാസങ്ങൾക്ക് നല്ല കൊട്ട് കിട്ടിയപ്പോഴേ നെവിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നെവിൻ പഴയതുപോലെ ഒരു എന്റർടൈനർ ആയിട്ട് നിൽക്കാനേ നോക്കുകയുള്ളൂ. അല്ലാതെ പോയി ചൊറിയുന്ന പരിപാടി നെവിൻ അങ്ങ് കംപ്ലീറ്റ്ലി നിർത്തും.
അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നെവിൻ ഭയങ്കരമായിട്ട് പഴയതുപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം, നെവിന് കൊള്ളാം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ രാവിലെ ആണെങ്കിലും നെവിനോട് സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട്, ഞാനിവിടെ നന്നായിട്ട് തന്നെയാണ്, ഞാൻ എങ്ങനെയാണോ ഉള്ളത് ഞാൻ അങ്ങനെ തന്നെയാണ് അനുമോളെ ഇവിടെ നിന്നിരിക്കുന്നത്, അല്ലാതെ ഒരു ഫേക്ക് ആയിട്ടൊന്നും അല്ല നിന്നിരിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട്, നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലായി നെവിനെ, നീ അങ്ങനെയാണ്, നിനക്ക് ദേഷ്യം വന്നാൽ നീ ദേഷ്യം പ്രകടിപ്പിക്കും, മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് ഉള്ളിനകത്ത് വേറൊന്നും വെച്ചിട്ടല്ല എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കറക്റ്റ് നീ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി നെവിനെ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അക്ബറുമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. അക്ബർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനുമോളെ എന്നാ ടാസ്കിന്റെ ഇടയ്ക്ക് ഞാൻ നിന്റെ പുറകിൽ തട്ടിയോ നിൽക്കുവോ എന്തോ ചെയ്തെന്നും പറഞ്ഞ് നീ മറ്റേ ബസ്സിനകത്ത് നിൽക്കുന്ന ആ ഒരു സാധനം നീ ഉപയോഗിച്ചില്ലേ, നിനക്ക് അത് മോശമായിട്ട് തോന്നുന്നില്ല? അക്ബറിന്റെ മനസ്സിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട് കേട്ടോ. കാരണം അക്ബറിന് നല്ല വിഷമമായിട്ടുണ്ട് ആ ഒരു കേസ് അനുമോൾ അങ്ങനെ പറഞ്ഞത്. കാരണം അത് ചെറിയൊരു കാര്യമൊന്നും അല്ലല്ലോ. അതിനുശേഷം അക്ബറും തിരിച്ചു പറഞ്ഞു. അക്ബർ നല്ല രീതിയിൽ തന്നെ അതിനുള്ള അടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ത്രീകൾ സമൂഹത്തിലുണ്ട്, മാന്യന്മാരായിട്ടുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാൻ നടക്കുന്ന, അവരുമായിട്ട് കമ്പയർ ചെയ്തു അനുമോളെ. അത് വേറൊരു തെറ്റ്, അത് നിങ്ങൾ ആലോചിക്കണം. ചില സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പൊലിപ്പിച്ച് ഒരുത്തന്റെ ജീവിതം അങ്ങ് ഇല്ലാതാക്കാൻ നടക്കുന്നത്. അങ്ങനെയുള്ള ചില സ്ത്രീകളുമായിട്ട് അനുമോളെയും അക്ബർ ഉപമിച്ചു. അത് വേറെ കാര്യം, അത് വേറൊരു തെമ്മാടിത്തരം. പക്ഷെ അതിനു മുമ്പ് അനുമോളും ഈ ഒരു സാധനം പറഞ്ഞു. അപ്പൊ അനുമോൾ അത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അറിയാം ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്, എന്നിട്ടും അനുമോൾ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനന്ന് അങ്ങനെ പറയരുതായിരുന്നു, എൻ്റെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് എനിക്കന്ന് ഭയങ്കര ഹേർട്ടായി, അതിന്റെ പുറത്ത് ഞാനങ്ങ് പറഞ്ഞതാണ്, അവിടെ തീർന്നു. മനസ്സിലായില്ലേ? അനുമോളെ പറ്റി ആർക്കെങ്കിലും ഉള്ളിനകത്തൊരു ഒരു ഇഷ്ടക്കേട് ആ ഒരു വിഷയത്തിന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തീർത്തേക്കണം അത്. കാരണം അനുമോൾ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. മനസ്സിലായില്ലേ? അനുമോൾ എപ്പോഴും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അക്ബർ എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് അക്ബർ മാറിയിട്ടൊന്നും ഇല്ല. അത് അക്ബർ പറഞ്ഞത് കറക്റ്റ് തന്നെ. പക്ഷെ അനുമോളെ വെച്ച് അത് ഉപയോഗിക്കണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അത് പറയും. ഉണ്ട്, ചില സ്ത്രീകളുണ്ട്, ഇല്ല എന്നല്ല. ഒരുത്തരെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ മാക്സിമം വലിച്ചു പിഴിഞ്ഞ് അവൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് നിന്ന് ലാസ്റ്റ് അവനിട്ട് നല്ല താങ്ങും അവനെ സമൂഹത്തിന്റെ മുമ്പിലാക്കി ഇല്ലാതെയാക്കും. ഉണ്ട്, അങ്ങനത്തെ സ്ത്രീകളെ പറ്റി ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി, മെയിൻ സ്ട്രീം ചാനലുകൾ വഴി, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയായിട്ട് അനുമോളെ ഉപമിക്കേണ്ട കാര്യം അന്നില്ലായിരുന്നു. അനുമോളും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത്. അനുമോൾ അതിൻ്റെതാ ഇപ്പോഴും മാപ്പ് പറഞ്ഞു, പറ്റിപ്പോയി, അന്ന് ആ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അക്ബറും അനുമോൾ അത് തിരിച്ചു ചോദിച്ചില്ല. അന്ന് അക്ബർ ആ പറഞ്ഞ സാധനം അക്ബർ ലാലേട്ടൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടാണെന്ന് തോന്നി ഈ സാധനം പറഞ്ഞത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അവരുമായിട്ട് ഉപമിച്ച ഒരു പരിപാടി, അത് ലാലേട്ടൻ്റെ ഫ്രണ്ടിലാണോ? എപ്പോഴോ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ പറഞ്ഞതും തെറ്റാണ്. അതും അക്ബർ അക്സെപ്റ്റ് ചെയ്ത് ക്ഷമ ചോദിക്കണം അനുമോളോട്. അങ്ങനെ ഒരാളാണ് അനുമോളെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഒരുത്തന്റെ ജീവിതം തകർക്കാനും മാത്രം. അറ്റ്ലീസ്റ്റ് ഇതൊരു ഷോ അല്ലേ, ആ ഷോയ്ക്കകത്ത് വെച്ചാണ് അനുമോളത് പറഞ്ഞത് അക്ബറിനെതിരെ. അതുപോലെ തന്നെ അക്ബറും തിരിച്ചു പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് തന്നെ അത് തീർക്കുക. അനുമോൾ പറഞ്ഞത് അനുമോൾ ഓക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു തെറ്റാണ്. അക്ബറും അതുപോലെ തന്നെ പറഞ്ഞത് അത് മാറ്റി പറയണമായിരുന്നു. പക്ഷെ അക്ബർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും. പക്ഷെ പ്രശ്നങ്ങൾ ഇവരൊക്കെ തമ്മിൽ കുറഞ്ഞു. പക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി ഇരുന്നിരുന്ന ആദില നൂറ സോൾവ് ചെയ്യണ്ട, അനുമോളുമായിട്ട് പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് തീർക്കണ്ട അവർക്ക് ഇനി താല്പര്യമില്ലെങ്കിൽ. പക്ഷെ പിന്നെ എന്തിനാണ് ഇന്ന് രാവിലെ കുറച്ച് മുമ്പേ ഞാൻ കണ്ടു ഇപ്പോഴും അനുമോളെ കുത്താൻ നടക്കുക. അതിന്റെ ആവശ്യം എന്താ? അനുമോളുടെ വഴിക്ക് വിടുക. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനുമോൾ ഈ സീസണിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അനുമോൾക്ക് വീണ്ടും അടുത്തൊരു സീസണിലേക്ക് വിളി വന്നു കഴിഞ്ഞാൽ അപ്പോൾ വരുമ്പോൾ ഈ സീസണിൽ അനുമോൾ ഉണ്ടായിരുന്ന ഏതൊരു സ്വഭാവമായിരിക്കും മാറ്റാതെ അന്നും കൊണ്ടിരുന്നത്, ഏതൊരു സ്വഭാവമായിരിക്കും മാറ്റിയിട്ട് കയറുന്നത്? ഇതായിരുന്നു പറയുന്നത് ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തൊരു മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ്. അതായത് ഇനി ഒരു സീസൺ കൂടെ വന്നാൽ നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടതായിട്ടുള്ളൊരു കാര്യവും നിങ്ങൾക്ക് മാറ്റേണ്ട എന്ന് തോന്നുന്ന ഒരു കാര്യവും എല്ലാവരും വന്ന് അവർക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് അതങ്ങ് തീർക്കുന്നുണ്ട്. അത് തീർന്ന് ബ്ലൈൻഡ്സ് ഇടാൻ പോവുകയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു. മറ്റേ പ്രൊമോ കണ്ടല്ലോ നിങ്ങൾ, പണം ഡോർ തുറന്ന് പുറത്തിറങ്ങി പോവും, തിരിച്ച് പൈസയും കൊണ്ട് കയറി വന്നില്ലെങ്കിൽ, കറക്റ്റ് ടൈമിനുള്ളിൽ കയറിയില്ലെങ്കിൽ അയാൾ പൈസയും കൊണ്ട് വെളിയിൽ ആ ഒരു ടാസ്ക് നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൈൻഡ്സ് എന്തായാലും ഇടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അകത്ത് കയറിക്കോളാൻ പറയുന്നുണ്ട്. എല്ലാവരും അകത്ത് കയറി. ഈ അകത്ത് കയറിയ സമയത്ത് സാബുമാൻ അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് സാബുമാൻ പറയുന്നത്, എന്നെ ഇങ്ങനെ കിച്ചണിലൊന്നും പിടിച്ചിടല്ലേ, എനിക്ക് കിച്ചൺ ക്യാപ്റ്റനാണ്, എന്നെ കൊണ്ട് വയ്യ ഇതിനൊന്നും എന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ക്യാപ്റ്റനായ സാബുമാൻ പറയുന്നുണ്ട്. സാബുമാനെ കൊണ്ട് പറ്റിയ പണിയൊന്നും അല്ല ഇത്, സത്യം പറയാലോ. സാബുമാൻ്റെ ഒരു 5 സ്റ്റാർ ചിരി കൊണ്ട് സാബുമാൻ അങ്ങനെ നിന്നു പോവുക. അല്ലാതെ ഈ ഗെയിം ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഇപ്പോഴും ഒരു പരിധിയിൽ കൂടുതലുള്ള ഐഡിയ ഒന്നും സാബുമാനില്ല. സാബുമാൻ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഈ ആഴ്ച പോകേണ്ടതാണ്. പ്രത്യേകിച്ച് പോട്ടെ, അവിടുത്തെ കുശുമ്പും കുന്നായ്മയും അങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കണ്ട സാബുമാൻ.
ടാസ്കിലെങ്കിലും, പക്ഷെ ടാസ്കിലും അത്ര വലിയ പോരാ. നോർമലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കാര്യം സംസാരിക്കാൻ പോലും സാബുമാനെ കൊണ്ട് പറ്റില്ല ഒരു പരിധി കൂടുതൽ. എന്തിന് രാവിലെ ഒരു എന്താണ് ലൈക്ക് രാവിലെ ഷാനവാസുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്ന കണ്ടു. ഇപ്പോൾ നെവിൻ വിളിക്കുന്നുണ്ട്, നരദ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ ഒരു പരിപാടി ഇല്ലായിരുന്നു സാബുമാന്. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അവസാനമൊക്കെ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു പരിപാടിയിൽ ഇൻവോൾവ് ആയിട്ട് ഇവിടെ നമ്മുടെ ഷാനവാസുമായിട്ടിരുന്ന് സംസാരിക്കുക, എന്നിട്ട് അപ്പുറേ പോയിരുന്ന് ഷാനവാസിനെ പറ്റി സംസാരിക്കുക, അത് എന്നിട്ട് അക്ബറിനോട് എന്ന് പറയുക. ഈ ഒരു പരിപാടിയിൽ സാബുമാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നെവിനൊക്കെ കാര്യം കിട്ടിയിട്ടുണ്ട്, സാധനം മനസ്സിലായിട്ടുണ്ട്. അത് സാബുമാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും സാബുമാൻ്റെ ഭാഗത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ പോയി ഇരുന്നാൽ തന്നെ സാബുമാൻ്റെ ആയിട്ടുള്ള ഒപ്പീനിയൻ വളരെ കുറവാണ്. ഉണ്ട്, പറയുന്നില്ല എന്നൊന്നുമല്ല, പറയുന്നുണ്ട്. അനുമോളുടെ കേസിൽ പറയുന്നുണ്ട്, നെവിൻ്റെ കേസിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതലൊന്നുമില്ല. ഷാനവാസൊക്കെ പിടിച്ചിരുന്ന് കാര്യം പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വീണ് പോവുക. അക്ബർ പിടിച്ചിരുത്തി അക്ബറിൻ്റെ ഒരു സൈഡ് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വീണ് പോവുക. എന്നാൽ അവിടെ ഇരുന്നതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഒരു പരിധി കൂടുതൽ സാബുമാനെ പറ്റുന്നില്ല. അതും സാബുമാനെ കൊണ്ടൊന്നും താങ്ങുന്നില്ല. അപ്പം ഈ ഒരു ടൈമിൽ തന്നെ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ സാബുമാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറുന്നു. ഉടനെ കിച്ചണിലേക്ക് എല്ലാവരും വരുന്നു. നൂറ് എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ വിചാരിച്ചു, അതായത് ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയ്ക്ക് ഒരു സ്വഭാവം മാറ്റുക, അടുത്ത സീസണിൽ വരുമ്പോൾ ഒരു മാറ്റേണ്ട സ്വഭാവം മാറ്റേണ്ടതായിട്ടുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അനുമോള് പറയുമായിരിക്കും, അവളുടെ ഈഗോ ചിലപ്പോൾ അടുത്ത സീസണിൽ അവൾ വരുമ്പോൾ മാറ്റും എന്ന് അവൾ പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ നൂറ പറയുന്നത് കേട്ടു. അല്ല, അത് നൂറ എന്തിനാ വിചാരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമുള്ള എല്ലാ മനുഷ്യനും, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഈഗോയും ഉണ്ട്. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു കുഞ്ഞു വാവയാണ് ഈഗോ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത് ഈഗോ എന്ന് പറയുന്ന സാധനം. പക്ഷേ സ്വന്തമായിട്ടൊരു റെസ്പെക്റ്റ് ഉള്ള എല്ലാവർക്കും ഒരു ഇച്ചിരി ഈഗോ കാണും. മനസ്സിലായില്ലേ? ഈഗോ ഇല്ലാത്ത മനുഷ്യനുണ്ടോ? എനിക്കറിയത്തില്ല. ഞാനൊക്കെ നല്ല ഗംഭീര ഈഗോയുടെ ആളാണ്. ആ ഒരു ഈഗോയുടെ ഒരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മിണ്ടാതെ വായുമ്പത്തി ഇരിക്കത്തൊന്നുമില്ല, നല്ല കച്ചാ പുച്ചാ തിരിച്ചു പറയും. ഇങ്ങോട്ട് പറയുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയായിരിക്കും അങ്ങോട്ട് ചിലപ്പോൾ പറയുന്നത്, കേൾക്കാൻ പോകുന്നത് ആര് പറഞ്ഞാലും. അതും കൂടെ ഓർത്തിട്ട് വേണം കമൻറ്റ് ബോക്സിൽ ഒന്ന് ഉണ്ടാക്കാൻ. പിന്നെ ഇപ്പോൾ വേറൊരു സാധനമുണ്ട് യൂട്യൂബിൻ്റെ, ഒരു തവണ ഇങ്ങോട്ട് തെറിയ പറയാൻ പറ്റും, മനസ്സിലായല്ലോ? ഒരൊറ്റ തവണ തിരിച്ചു വിടുന്ന നല്ല കനത്ത സാധനവും പറഞ്ഞിട്ട് ആ കമൻറ്റ് പിടിച്ചങ്ങ് ഹൈഡ് ചെയ്താൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പറയാം, നാട്ടുകാരൊന്നും കാണത്തില്ല. ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല നിങ്ങളെ, മനസ്സിലായല്ലോ? എനിക്കും കാണിക്കത്തില്ല പിന്നെ ആ ഒരു കമൻറ്റ് പിടികിട്ടിയ. അപ്പം നിങ്ങൾ ഇടുന്നതിന് ഞാൻ തിരിച്ചടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സാധനമായിരിക്കും. അതും പിടിച്ചോണ്ടങ്ങ് ഇരിക്കേണ്ട വരും. പിന്നെ അകത്ത് കിടന്ന മറ്റേ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തിളക്കത്തേ ഉള്ളൂ, തീർക്കാൻ മാർഗം കാണത്തില്ല. പിടികിട്ടിയോ? പിന്നെ എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗറിന് കൊണ്ടുവന്ന് ഇത് കൊടുത്തത് അവനെന്നെ തെറി പറഞ്ഞു കേട്ടോ, ഇത് കണ്ടോ കേട്ടോ, അവനെ ഇട്ട് കൊല്ലു കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെല്ലണ്ട വരും, മനസ്സിലായോ? അതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല, ഇവിടെ ഒന്നും കേൾക്കത്തില്ല. പിടികിട്ടിയില്ലേ? അപ്പോൾ ബിഗ് ബോസിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. നൂറ എന്തിനാണ് അനുമോൾ അതിലെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമല്ല. അനുമോളെ വിട്ടേക്കുക, അനുമോളുടെ പുറകെ വിട്ടേക്കാൻ, അനുമോളുടെ വഴിക്ക് വിട്ടേക്കുക, പുറകെ പോകണ്ട. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ തീരാൻ പോവുകയാണ് സീസൺ. എല്ലാവരോടും അനീഷേട്ടൻ പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ അനുമോൾക്കും അനുമോളുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിലേക്ക് 100 ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ അനുമോക്കും കാണും. മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രൊമോ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ട്. ടാസ്ക് അനുമോള്, ആദില, അക്ബർ 3 പേരും ബിഗ് ബോസ് ഹൗസിന് വെളിയിലോട്ട് ഓടുക മണി എടുക്കാനായിട്ട്. തിരിച്ച് ഡോർ അടയുന്നതിന് മുമ്പ് അകത്ത് കയറിയില്ലെങ്കിൽ പുറത്ത് പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടി തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി അവള് ഭയങ്കര ഹൈപ്പും അവൾക്ക് ഭയങ്കര എന്താണ് ആൾക്കാരുടെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ടോപ്പ് 2 എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ജാക്ലിൻ, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ആ പെൺകുട്ടി ഇതേപോലെ പുറത്ത് പോയിട്ട് അവൾക്ക് തിരിച്ച് കയറി. അപ്പോൾ തമിഴിൽ ഈ ഡോർ ഇങ്ങനെ അടയത്തില്ലായിരുന്നു, ടൈം നോക്കുമായിരുന്നു, ഇത്ര സെക്കൻഡുള്ള അകത്ത് കയറിയില്ലെങ്കിൽ പുറത്തു പോകും. അവൾ അകത്ത് കയറി, പക്ഷെ എന്നാണെങ്കിലും അവൾ 2 സെക്കൻഡ് താമസിച്ചാണ് കയറിയത്. അതുകൊണ്ട് അവളെ എവിക്റ്റ് ആക്കി. അതിൻ്റെ പേരിൽ വൻ കത്തലാണ് തമിഴ്നാട് മൊത്തം കത്തിയത്. മനസ്സിലായില്ലേ? ആ ബിഗ് ബോസ് നമ്മുടെ സെറ്റൊക്കെ പോയ ആൾക്കാർ കത്തിക്കോ പിടിക്കോ അങ്ങനെ വൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ മലയാളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും അനുമോള്, ആദില, അക്ബർ ഇവർ 3 പേരുമാണ് ഇറങ്ങുന്നത്. എനിക്കറിയത്തില്ല ആരായിരിക്കും
അകത്ത് കയറുന്നത്. ഞാൻ വേറൊരു വീഡിയോ കണ്ടു കേട്ടോ, ഇതൊരു പ്രൊമോ വന്നിട്ടുണ്ടോ അനിമോൾ അകത്ത് പൈസയും കൊണ്ട് നിൽക്കുന്നത്, എനിക്കറിയത്തില്ല. ഒരു തമ്മനേല് പോലെ ഞാൻ കണ്ടു അനിമോൾ ഇങ്ങനെ പൈസ എടുത്തോണ്ട് നിൽക്കുന്നത്. ഞാൻ ആകെ ഒറ്റ പ്രൊമോയെ കണ്ടുള്ളൂ, ഇവർ 3 പേരും ഇങ്ങനെ പുറത്തോട്ട് ഓടുന്നത്, പുറത്തൊരു കാറ് കിടപ്പുണ്ട്, അതിനകത്തേക്ക് അവർ പരതുന്നതൊക്കെ കണ്ടു. വേറെ പ്രൊമോ ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും പുതിയ പ്രൊമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ, താഴെ പറ്റുമെങ്കിൽ അതൊന്ന് കമന്റിലൊന്ന് ഇട്ട് വെച്ചേക്കുക. ഞാൻ കണ്ടില്ല വേറെ കമന്റ്, കാരണം ഒരു തമ്മനയില് കമന്റ് അല്ല പ്രൊമോ, ഒരു തമ്മനയിൽ ഇങ്ങനെ കണ്ടു അനിമോൾ ഇങ്ങനെ പൈസയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഫേക്ക് ആണോ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും എനിക്ക് ഇച്ചിരി ഈ ഒരു ടാസ്കിൽ ഒരു ഇച്ചിരി പേടി അനിമോളെയാണ്. അനിമോള് കയറുവോടെ, കാരണം ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അനിമോളെക്കാട്ടിലും കുറച്ചും കൂടെ ഇല്ല, അനിമോളും ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ മറ്റേ ആകാശത്തുനിന്ന് ശൂന്യാകാശത്തുനിന്ന് ചിന്തിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല ഈ ടാസ്കിന്റെ കാര്യത്തിൽ. നമുക്ക് നോക്കാം. എന്താണെങ്കിലും അധികം വൈകാതെ ഇപ്പോൾ ബ്ലൈൻഡ്സ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്, മിക്കവാറും അതിന് വേണ്ടിയിട്ടായിരിക്കും, ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ട് പറഞ്ഞു, വിമർശിച്ചു, ഞാൻ പറയുന്നത് എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്ഥലമാണ് കമന്റ് ബോക്സ്, നിങ്ങൾ ധൈര്യത്തോടെ പറയുക. ഓക്കെ, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. നമ്മുടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കമന്റ് ബോക്സിന്റെ അവിടെ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.